തേച്ചിട്ട് പോയൊരു കാര്യത്തില് നമ്മളെ പോലെ ഒരു ചക്കരമുത്തിനെ കിട്ടാൻ ഓൾക്ക് ഭാഗ്യമില്ലടോ. ഇന്നൊരു ഇന്ത്യൻ ശ്രീലങ്കൻ ലവ് സ്റ്റോറി പറയട്ടെ. അയ്യടാ, ലവ് സ്റ്റോറി എന്ന് കേട്ടപ്പോഴേക്കും എന്താ ഒരു ഇൻട്രസ്റ്റ്. മമോയേട്ട ആദ്രി വല്ലതും പുറിഞ്ച. ഇത് സിംഗിള ഭാഷയാടോ. ഈ വർഷേ ശ്രീലങ്കയിൽ ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ കിട്ടിയതാ ഈ മമോയാട്ട ആദ്രി. പിന്നെ ഇന്നത്തെ ശ്രീലങ്കൻ ചില്ലി ചിക്കൻ. എനിക്ക് അവിടുത്തെ ഡിഷിൽ ഇഷ്ടപ്പെട്ട ഏക ഡിഷ് ഈ ശ്രീലങ്കൻ ചില്ലി ചിക്കൻ ആട്ടാ. എന്നാ പിന്നെ അത് ഉണ്ടാക്കുകയും ചെയ്യാം, നമുക്ക് കുറച്ച് കഥ പറയുകയും ചെയ്യാം. എന്തായാലേ ഈ മമോയാട്ട ആദ്രി എന്ന് വെച്ചാലേ കുറച്ച് റൊമാൻറ്റിക് വേർഡാണേ. അതെന്താന്ന് വെച്ചാല് ഐ ലവ് യു. അടിപൊളിയല്ലേ? ആ, പ്രണയം അതൊരു വല്ലാത്ത ഫീലാണല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വികാരങ്ങളിൽ ഒരു വികാരം അത് പ്രണയം തന്നെയാണ്. പ്രണയിച്ച് നടക്കുന്ന കാലത്ത് കിട്ടുന്നത് പോലെ സുന്ദര സുരഭിലെ നിമിഷങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടൂ. വാട്ട് എ വണ്ടർഫുൾ ഫീൽ. പക്ഷേ ഒരു തേപ്പ് കിട്ടിയവർക്ക് അതുപോലൊരു കോപ്പിലെ പരിപാടി വേറെ ഉണ്ടാവില്ല. ഈ തേപ്പ് എന്നുള്ള പരിപാടി അത്ര സുഖമുള്ള കാര്യമൊന്നല്ല അല്ലേ. ഒരു സമയം വരെ ഒന്നായി നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ ആരും അല്ലാണ്ടായി തീരുന്നൊരവസ്ഥ. ചങ്ക് പൊട്ടുന്ന വേദനയിലും ഒന്നും മിണ്ടാതെ പടി ഇറങ്ങേണ്ടി വരുന്ന നോവ്, അതനുഭവിച്ചവരൊന്നും പിന്നെ ആ പണിക്ക് നിൽക്കില്ല. പുല്ല് പ്രേമം വേണ്ട, ഒരു കോപ്പും വേണ്ടെന്നേ പറയുള്ളൂ. ഇതിപ്പോ എന്തിനാ നമ്മള് പ്രണയത്തെ കുറിച്ച് പോയൊരു കാര്യം. പ്രണയിക്കുന്നവരൊക്കെ എന്തായാലും പ്രണയിച്ചോലെ. ചക്കരമുത്തിനെ കിട്ടാൻ ഓൾക്ക് ഭാഗ്യമില്ലടോ. അത്രയും കരുതിയാ മതി. എന്തായാലും പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മളെ ശ്രീലങ്കൻ ചില്ലി ചിക്കൻ റെഡി ആയിട്ടാ. ഈ ശ്രീലങ്കൻ ചില്ലി ചിക്കനിലെ നന്നായിട്ട് അണ്ടിപ്പരിപ്പ് ഇടണേട്ടാ. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട്. മമ്മോയേട്ടാ ആദ്രി. അപ്പൊ ശരി, കാണാട്ടാ.